وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങളും കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും അധിവസിച്ചു കൊണ്ടിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ ജുമാദുൽ ഊല മാസമാണ്. ഇന്ന് ജുമാദുൽ ഊല 9 ഈ മാസം 12 മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ ദിവസം വരുന്നത് ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ചയാണ് ആണ്ടിന്റെ ദിവസം. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കുറിച്ച് ഇന്ന് ലോകമെമ്പാടും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് സ്മരിക്കുക, അവരെ നമ്മൾ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓരോരുത്തരും കടമയും കടപ്പാടുമാണ്. അതിലുപരി നമ്മുടെ പാപം പൊറുക്കാനുള്ള ഒരു നിമിത്തമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് 4 ഖുതുബുകളിൽപ്പെട്ട ആളാണ്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖിന്റെ സ്ഥാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം പദവി കിട്ടുന്നത് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾക്കാണ്. പഴയ കാലത്ത് ജീവിക്കുന്ന പഴയ കാലത്ത് അധിവസിക്കുന്ന ഒരുപാട് കാരണവന്മാർ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരുപാട് ചെറുപ്പക്കാരും പ്രായമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ പഴമയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിഫാഈ ശൈഖിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ല, മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ല. എന്തേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അന്ന് മുതലൊക്കെ അവരുടെ വീടാന്തരം മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട് ദിനം വരുമ്പോ, റിഫാഈ ശൈഖിന്റെ ആണ്ട് ദിനം വരുമ്പോ, മമ്പറം തങ്ങളുടെ ആണ്ട് ദിനം വരുമ്പോ, ഖാജ തങ്ങളുടെ ആണ്ട് ദിനം വരുമ്പോ എല്ലാവരും വീടിന്റെ അകത്തളങ്ങളിൽ മൗലിദും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളുടെയും കടന്നുകയറ്റം സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കും ആ അസുഖം പടർന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം റിഫാഈ ശൈഖിനെ കുറിച്ച് ഒരാൾക്കും അറിയുകയില്ല. പക്ഷെ പണ്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്ക് വാഴ തോറാതെ അവർക്ക് സംസാരിക്കാൻ റിഫാഈ ശൈഖിനെ കുറിച്ചും അതേപോലെ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചും അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചൊക്കെ അറിയും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന പുതു തലമുറയെ കുറിച്ച് അവർക്ക് റിഫാഈ ശൈഖിനെ കുറിച്ച് കേൾവിയും പോലുമില്ല. അവർക്ക് നമ്മൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയും ഒരു സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ റിഫാഈ ശൈഖിന്റെ പേരില് അതേപോലെ ഖാജ തങ്ങളുടെ പേരില് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലൊക്കെ പണ്ടുള്ള ആളുകൾ ഇന്നും പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാകും, പല നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് കോഴിയെ അതുപോലെ ആടിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം തടയപ്പെട്ടുകൊണ്ടിരിക്കുകയും അതൊക്കെ അനിസ്ലാമികമാണ്, പുതിയ വിതരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പ്രചരിച്ചപ്പോ പല ആളുകളും അതിൽ പങ്കാളികളായോ എന്ന് സുന്നികളായ ആളുകൾ ആലോചിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വരുന്ന തിങ്കളാഴ്ചയാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ ദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ അതിവിശ്വസിക്കുന്ന
ഒരു യാസീൻ ഓതി, അല്ല വേണ്ട മൗലിദ് ഓതിക്കൊണ്ട് അല്ലെങ്കിൽ ഫാത്തിഹെങ്കിലും ഓതിക്കൊണ്ട് അന്നത്തെ ദിവസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി നമ്മുടെ പേരിൽ മൗലിദ് നടത്താനും പ്രാർത്ഥന നടത്താനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് റിഫായി ഷെയ്ഖിനെ കുറിച്ചുള്ള സന്ദേശം മറ്റുള്ള പുതുതലമുറയിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്തേ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വലിയ ആ മർത്തബയിലെത്താനുള്ള കാരണം, മർത്തബയിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ള ആളുകളോട് കാണിച്ച റഹ്മത്തായിരുന്നു, കാരുണ്യമായിരുന്നു. ആ വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം അദ്ദേഹം എല്ലാ ആളുകളോടും കാരുണ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരോടും കാരുണ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. വൃദ്ധന്മാർ, അതേപോലെ വിധവകൾ, കുഷ്ഠരോഗം അനുഭവിച്ച ആളുകൾ, ആരംഭഹീനർ, വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങായിരുന്നു മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനുഭാവന്റെ കാരുണ്യത്തിന്റെ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. ആളുകളോട്, ജനങ്ങളോട് അദ്ദേഹം കാരുണ്യം, ഒരുപാട് കാരുണ്യം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജന്തുജാലങ്ങളോട് അദ്ദേഹം കാണിച്ച ഒരൊറ്റ കാരുണ്യത്തിനെ കുറിച്ച് ഞാൻ പറയാം. അത് ഒരു വെള്ളിയാഴ്ച ദിവസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അദ്ദേഹം പള്ളിയിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഖമീസിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നത്. ഒരു പൂച്ച കിടന്നുറങ്ങി എന്ന് മാത്രമല്ല, ഖമീസിന്റെ ഒരു കൈയിന്റെ മുകളിലാണ് ഒരു പൂച്ച കിടന്നുറങ്ങുന്നത്. കിടന്നുറങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹം അലക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു ഖമീസ് ഉണങ്ങിയിട്ടുണ്ടാകും എന്ന് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഒരു പൂച്ച കിടന്നുറങ്ങിയതായി കൊണ്ട് അദ്ദേഹം കാണുന്നത്. ആ സമയത്ത് റിഫായി ഷെയ്ഖ് എന്താണ് കാണിച്ചത്? ആ പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ആ ഖമീസിന്റെ കൈ എന്തെയാണ് മുറിച്ച് അവിടുന്ന് എടുക്കുകയാണ്. നമ്മുടെ ഖമീസില് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോടു കൂടി ഒരു പൂച്ച പോയാൽ മതി, ആ പൂച്ചയുടെ അവസാനം കറന്ന് ഒരു കല്ലെടുത്തെങ്കിലും എറിയുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മൃഗങ്ങളോട് അദ്ദേഹം കാണിച്ച കാരണത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ എന്താണ് ചെയ്തത്? ആ ഖമീസിന്റെ കൈ അവിടുന്ന് മുറിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പള്ളിയിൽ പോയി ജുമുഅക്ക് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്, പൂച്ച അവിടെ നിന്ന് എണീറ്റ് പോയി എന്ന് മാത്രമല്ല, അതിന് ശേഷം എന്തെയാണ് അദ്ദേഹത്തിന്റെ ഖമീസിന്റെ കൈ അദ്ദേഹം പിന്നെ തുന്നി പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതാണ് സഹജീവികളോടും അതുപോലെ മറ്റുള്ള ആളുകളോടും കൃപയോടുകൂടി, കാരുണ്യത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനവും ഒരു ഇടപെടലുമായിരുന്നു മഹാനായ റിഫായി തങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന സംഭവം പറയുന്നുണ്ട്. ചരിത്രം ദീർഘമായി പോകുമെന്ന് കരുതിക്കൊണ്ട് അതിന്റെ അകമ്പുകൾ മാത്രം ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്ന് കരുതിക്കൊണ്ട്, ശിഷ്യനെ ആക്രമിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ജൂതൻ അങ്ങനെ ചെയ്യുന്നത്. ജൂതൻ ആരും കാണാതെ സുബഹി സമയത്ത് ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ അദ്ദേഹം എന്തെയാണ് ഒളിച്ചു നിൽക്കുകയാണ്. ആ ജൂതൻ കരുതി അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ എന്തെയാണ് ആക്രമിക്കുകയാണ്. ആക്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ആ രീതിയിൽ എന്ത് റിഫായി ഷെയ്ഖിന്റെ ശിഷ്യനെ ആക്രമിച്ചു എന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ നേരം കുറച്ച് പുലരുന്ന സമയത്താണ് ആ ജൂതനായ മനുഷ്യൻ അത്ഭുതപ്പെടുന്നത്. താൻ ആക്രമിച്ച മനുഷ്യൻ റിഫായി ഷെയ്ഖാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. റിഫായി ഷെയ്ഖിനെ കണ്ട ഉടനെ എന്താണ് ആ ജൂതൻ എന്തെയാണ് അവിടുന്ന് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീഴുകയാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരൊറ്റ ഹദീസാണ്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ല ഷൈ. ആരെങ്കിലും അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും ആ മനുഷ്യൻ എല്ലാ വസ്തുക്കളെയും
എന്തെയും ആ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ പേടിക്കുമെന്ന് ആ പറയുന്ന സംഭവം ഹദീസ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റിഫായി ശൈഖാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ആ മനുഷ്യനെ കണ്ട ഉടനെ ഈ ജൂതൻ എന്ത് ചെയ്യാണ്, ബോധം കെട്ട് വീഴുകയാണ്. എന്നിട്ട് റിഫായി ശൈഖ് ആക്രമത്തിൽ നിന്ന് കൊണ്ട വേദനയെല്ലാം സഹിച്ചുകൊണ്ട് ആ ബോധം അദ്ദേഹത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് ആ ജൂതനായ മനുഷ്യന്റെ ബോധം തെളിഞ്ഞപ്പോ ആ ജൂതനായ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ എന്നെ ആക്രമിച്ച വിവരം നീ ആരോടും പറയണ്ട, നീ ആരോടും പറയണ്ട, എന്നെ ആക്രമിച്ച വിവരം നീ ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നല്ല സ്നേഹത്തോടു കൂടി എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ മടക്കി വിടുകയാണ്. നമ്മൾക്കും നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമ്പോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്കൊന്ന് എണീറ്റ് കിട്ടിയാൽ മതിയോ, അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രതികാര ബുദ്ധിയായിരിക്കും. പക്ഷേ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ ജൂതനായ മനുഷ്യനോട് പറയുന്നത്, എന്നെ ആക്രമിച്ച വിവരം എന്റെ ശിഷ്യന്മാരോട് ആരോടും ഈ വിഷയം പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ മടക്കി വിടുകയാണ്. മടക്കി വിട്ടു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം എന്ത് ചെയ്യാണ്, ശിഷ്യന്മാരോട് നിങ്ങളെ ക്ലാസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇന്നാലിന്ന ജൂതനായ മനുഷ്യനിക്ക് ഒരു മാസക്കാലം ആവശ്യമായ ഭക്ഷണ സാധന സാമഗ്രികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുകൊടുക്കണേ എന്ന് പറയുകയാണ്. പറഞ്ഞു എന്ന് മാത്രമല്ല, ശിഷ്യന്മാർ ഉസ്താദ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ജൂതനായ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നുകൊണ്ട് ഈ സാധന സാമഗ്രികളൊക്കെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചതിന് ശേഷം ആ ജൂതൻ ആര് തന്നതാണ് എന്ന് ചോദിക്കുമ്പോ റിഫായി ശൈഖ് തന്നതാണ് എന്ന് ആ ശിഷ്യന്മാർ പറയുമ്പോ ആ ശിഷ്യന്മാരോട് രാവിലെ നടന്ന സംഭവങ്ങൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, റിഫായി ശൈഖിനെ ആക്രമിക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ അയൽവാസിയായ തന്റെ ശിഷ്യനെ, റിഫായി ശൈഖിന്റെ ശിഷ്യനെ ആക്രമിക്കണം എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് മാത്രമല്ല, റിഫായി ശൈഖ് അപ്പോഴും ചെയ്തത് ഒരു മാസക്കാലം ആ ജൂതനായ മനുഷ്യനിക്ക് ആവശ്യമായ ഭക്ഷണ സാധന സാമഗ്രികൾ കൊടുക്കുകയാണ്. രാവിലെ അദ്ദേഹത്തിന്റെ ബോധം കെടുത്തിയ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത റഹ്മത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം. റിഫായി ശൈഖിന്റെ മാസമാണല്ലോ ഈ ജുമാഅത്തുൽ ഊല മാസം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും കാരുണ്യത്തോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു പ്രവണത ആ ജീവിതം നമ്മളും എന്ത് ചെയ്യണം, കണ്ടുപഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റിഫായി ശൈഖിന്റെ ശിഷ്യന്മാരോട് അവിടെ നിന്ന് നിരന്തരം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. എന്താണ് മുത്തുനബിയുടെ ഹദീസാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഅ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണേ, എന്നാൽ ആകാശത്തുള്ള ഒരുവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നുള്ള മെസ്സേജ് എന്നുള്ളത് നിരന്തരം റിഫായി ശൈഖ് അവിടുന്ന് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിലേക്കും അതുപോലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുമ്പോൾ എല്ലാവരോടും ശകാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത്. റിഫായി ശൈഖിന്റെ ഈ മാസത്തിൽ അദ്ദേഹത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. മഹാനുഭാവൻ റൗദയിൽ പോകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന മജ്ലിസ് നൂറിന്റെ ആത്മീയ സദസ്സിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാം, സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് സമയം ദീർഘിച്ചു പോകും എന്ന് കരുതിക്കൊണ്ടിട്ടാണ് മാക്സിമം സമയം എന്ത് ചെയ്യാറുള്ളത്, സംസാരം ഞാൻ ചുരുക്കാറുള്ളത്. എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണ്ടേ എന്ന് കരുതിക്കൊണ്ടിട്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാസാന്ത സ്വലാത്ത് മജ്ലിസ് നൂർ വരുന്ന സമയത്ത് ഈ മാസത്തിൽ നമുക്ക് മഹാനുഭാവനെ അനുസ്മരിക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാകട്ടെ.